ഇതേ ഈ വിലക്കുള്ള പ്രത്യേകത ഉണ്ടല്ലേ ഈ സൈസ് മീനെ ഇതിൽ കിട്ടുള്ളൂ. ഇതിങ്ങനെ കൊണ്ട് ഊരിയെടുക്കാം. മറ്റുള്ള വലയിൽ നിന്ന് എന്താണ് ചെയ്യും ഇതുണ്ടല്ലേ, ഇത് ഇതിലെ കൊണ്ട് ഊരി പോന്ന അല്ലേ. അപ്പം അല്ലട്ടെ പിടി. ഇത് ലൈവായിട്ട് അതൊന്നും ഫേക്കല്ല ഇതൊക്കെ ലൈവാണ്. വല അടക്കമുണ്ട്. ഫേക്കല്ല, ഇത് ലൈവാണ്. അപ്പം ഞാൻ ഓരോന്ന് എടുക്കുക. ഒരു കൈ എടുക്കുക, അതൊന്ന് എടുക്കട്ടെ. ഇത് ജോഡിയാണ്. എന്താ നിങ്ങൾ Bapak. Mana? Interesting. ada ini എടുക്കല. Nah, sketch. Okay. നല്ല മുറുക്കി നല്ല പിടിച്ചാൽ രണ്ട് കൈ വേണം. നല്ല പൊതിച്ചു അങ്ങനെ പിടിച്ചാൽ ഇങ്ങോട്ട് ആ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതാട്ടാ ഇതാണ് കരിമീൻ. നല്ല പിടിച്ചാലേ പാറ്റ കേൾക്കുന്നു പറയും.
ഇതാണ് സാധനം നമുക്ക് കിട്ടിയത്. ഇങ്ങോട്ട് ഇടാം നടന്നു. ഇതാവോ അത് കാണിക്കുവാണേ. അത് കൊണ്ടോളി അടുത്ത എനിക്ക് കിട്ടി. വലിയൊരു കരിമീൻ കിട്ടിയിട്ടുണ്ടേ. ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് 4-5ാമത്താണ് ഇത് കിട്ടിയത്. അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ്. ഒന്ന് ശരിക്കും കാണിച്ചു നോക്കി. അങ്ങോട്ട് വയ്ക്കാം, അങ്ങോട്ട് വയ്ക്കാം. ഈ കരിമീനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാണ്. ഈ ഐറ്റം കരിമീൻ ആരും എടുക്കരുത്. കാരണം ഇതൊക്കെ ഒരു മാസം 1.5 മാസം കഴിഞ്ഞാൽ 400-500 ഗ്രാമാണ് കരിമീനാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യണം. ആ പോയി. ചേട്ടാ അരപ്പെടുത്ത് കൊടുക്ക്. ഒന്ന് അത്യാവശ്യം നല്ല. ഇത് എത്ര കിലോ ഉണ്ടാവും? കിലോ 500 ഗ്രാം ഉണ്ടാവും. 500 ഗ്രാം ഉണ്ടാവില്ലേ? ഇത് ഇനി ആളുകൾ പറയും ഇത് എടുത്തു കൊണ്ടുവരാന്ന്. ഇത് ലൈവായിട്ട് പിടിക്കാണ്. ഇതാ ഇത് ഈ പിടുത്തത്തിന്റെ പവർ കൊണ്ടാണ് ഇത് ഇളകാത്തത്. ഇനി വേണമെങ്കിൽ അത് ഒഴിവാക്കി ജീവനുള്ള അല്ല, ഇതിന്റെ മുന്നത്തെ അങ്ങനെ കമന്റ്സ് വന്നിരുന്നു. അപ്പൊ ഇത് ഈ പിടുത്തത്തിന്റെ നമുക്ക് എക്സ്പീരിയൻസ് ഒരു 63 വയസ്സായില്ലേ, ഒരു 15 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പൊ ഇതാണ് ഇട്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മളെ സാധനപ്പനോട് ഇടിപ്പിച്ചിട്ടോ. പിടിച്ചെടുക്കാലോ. അത് നമ്മളെ പിന്നെ ഒരു പിൻതലമുറക്കാരനാ. നമ്മളെ കാലശേഷം ഇങ്ങനത്തെ ഒരാള് വേണ്ട. അതിനാണ് അപ്പോൾ ഇത് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവണത്? പിന്നെ മീനെ ചളിയിൽ പൂണ്ടി കിടക്കുന്നതാണോ കരിമീൻ? അല്ല, അതായത് ഈ വല വീത് കഴിഞ്ഞാൽ
ഈ കരിമീൻ ചളിയിലാണ് താന്നു പോകും. അത് കല്ലുള്ള ഭാഗമാണ് കല്ലുണ്ടുള്ള പതിവ്. ആ കയ്യേറ്റ് ചെന്നാൽ മാത്രമേ പിന്നെ അവർ കഴിച്ചാൽ നോക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ അവിടെ നിൽക്കും. ഞങ്ങളിപ്പോൾ അപ്പോഴാണ് നമ്മളെ പിടുത്തം വരിക. ഇപ്പം നമ്മൾ ഈ ചവിട്ടിങ്ങനെ നടക്കണ്ടല്ലോ, ഇതിപ്പോൾ വലൻ്റെ മുകളിലെ ചവിട്ടണേ. ഈ വലൻ്റെ മുകളിൽ ചവിട്ടുമ്പം മീൻ ചളി താന്ന് കിടക്കുമ്പോൾ നമ്മളെ കാൽമേൽ എക്സ്പീരിയൻസുകളൊക്കെ മനസ്സിലാവും ആ മീൻമേലാണ് ചവിട്ടിയിരിക്കണമെന്നുള്ളത്. അപ്പം ആ ചവിട്ടിയിൽ നമ്മൾ താന്നിട്ട് എടുക്കും. അങ്ങനെയാണ്. അല്ല അതല്ലാതെ ഇപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ടല്ലോ പുതിയ ആളുകളൊക്കെ, പോലും ഇങ്ങനെ നോക്കിയാണ്ട് അതിൽ മീനിൽ അറിഞ്ഞിട്ട് എടുത്തു പോകും. അപ്പം ഞാൻ ഇത് എക്സ്പീരിയൻസ് ഇത് ശരിക്ക് ഞാനിപ്പോൾ ഇതൊരു തുടങ്ങിയിട്ട് ഇപ്പം ശരിക്ക് ഒരു 40-45 കൊല്ലത്തെ സർവീസ് ഉണ്ട് എനിക്ക്. അപ്പം അതാ ഞാൻ അന്ന് പറഞ്ഞത്. ഒരു അതായത് നാടൻ മീനില് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 3 കിലോ ഉള്ള ബ്രാലുണ്ട്, 2 കിലോ ഉള്ള ബ്രാലുണ്ട്. എനിക്കിതുവരെ 2 കിലോ ഉള്ള ബ്രാല് കിട്ടിയിട്ടില്ല. അപ്പം അതാ ഞാൻ അന്ന് പറഞ്ഞത് 2 കിലോ ഉള്ള ബ്രാല് കിട്ടിയാൽ ആരെങ്കിലും ഒന്ന് വിവരം അറിയിക്കാൻ. അത് വളർത്തു ബ്രാലല്ല കേട്ടോ, പ്രത്യേകം പറയണേ. അതായത് വളർത്തു ബ്രാൽ, നാടൻ ബ്രാല്, പ്രകൃതി മത്സ്യം തന്നെ ഒരു ബ്രാലുണ്ട്. അത് പ്രത്യേകം പറയുകയാണ് 2 കിലോ ഉള്ള അവിടെ കിട്ടി ഇവിടെ കിട്ടി. ഇനി കിട്ടുകയാണെങ്കിലും ഒന്ന് വിവരം അറിയിക്കാം. എൻ്റെ ഒരു ഫലമായ സംശയം അതില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ചേർമീൻ ഉണ്ടാവും. വാഹ, തൃശ്ശൂർ ജില്ലയിലെ വാഹ എന്ന് പറയും, നമ്മളവിടെ ചേർമീൻ എന്നൊക്കെ പറയും. അത് 4, 5, 6 കിലോ ഉള്ളൊക്കെ കിട്ടും. അത് ഈ കുളത്തിൽ ജീവിക്കുന്ന മീനല്ല, അത് നല്ല വെള്ളത്തിൽ ഉണ്ടാവുന്നതാണല്ലേ, കുളത്തിൽ ജീവിക്കൂല. അപ്പൊ ഇതിൽ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട്. അബൂക്കയ്ക്ക് വയസ്സ് എത്ര? 63 വയസ്സാണ്. 63 വയസ്സിലാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ ചെറുപ്പക്കാർക്കും കൂടി എത്ര അങ്ങനെ കഴിയൂല. അത് 63 വയസ്സ്. ഹലോ, ഇന്നത്തെ ഫിഷിങ്ങാണിത്. ഇന്നത്തെ ഫിഷിങ്ങിന് കുറച്ച് മീൻ കിട്ടി. ഇനി ഇതിലും നല്ല വീഡിയോയുമായി അടുത്ത് ഞങ്ങൾ വരുന്ന നല്ല നല്ല മീനായിട്ട് നല്ല നല്ല വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്. ഇത് ഞങ്ങളെ പുതിയ സംരംഭമാണ്. ഇതൊക്കെ വിജയിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാ പ്രോത്സാഹനം തരാം. ഇത് നമുക്ക് ഭാവി തലമുറയ്ക്കുള്ള എൻ്റെ പേരക്കുട്ടിയാണ്. എൻ്റെ കാലശേഷം അവനായിരിക്കും വന്നോണ്ട് കൂടുതൽ മീൻ കിട്ടിയത്. ഗുഡ് ബൈ.